ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +2 ക്ലാസ്സിലെ 3rd യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചു. അതാണ് സെമീനിക്ക് സ്ലേറ്റ് കാ നാം ഹേ. അത് ഏകാന്ത ശ്രീവാസ്തവാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു. സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നോക്കാം. കഥ എന്തായിരുന്നു പഠിച്ചു നിർത്തിയത്? അച്ഛനും മകനും കൂടിയുള്ള സംഭാഷണമായിരുന്നു. രജിസ്ട്രേഷന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ വിൽക്കാൻ പോകുന്ന വയലിലേക്ക് അച്ഛന് പോകണം എന്ന ആഗ്രഹം പ്രകടമാക്കി. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വേദനയുണ്ടായി. ആരുടെ? ഓദറിൻ്റെ. ബാക്കി നോക്കിയേ. ഉൻകി പീഡ മെയിൻ സമച്ച് രഹാദ. അദ്ദേഹത്തിൻ്റെ പ്രയാസം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. മുച്ചേ ഖുദ് ബഹത്ത് അച്ചാനഹിം ലഗാദ. മുച്ചെന്ന് വെച്ചാൽ എനിക്കും ഖുദ് സ്വയം അത് നല്ലതായി തോന്നിയില്ല. ഖേത്തോമേ പഹുഞ്ച് കർവേ സൂര്യാസ്തത്തൊക്കെ ഉൻ ഖേത്ത് മേൻ ടഹൽത്തെ രഹേ ജോ ബിഖ്നെ വാലേ ഥേ. ബിഖ്നെ വാലേ എന്ന് വെച്ചാൽ വിൽക്കുക, പഹുഞ്ചിന എത്തുക. ഞങ്ങൾ ഖേത്തിലെത്തി. സന്ധ്യാന്ന് സൂര്യാസ്തമനം വരെ, സൂര്യാസ്തത്തൊക്കെന്ന് വെച്ചാൽ സൂര്യാസ്തമനം വരെ അദ്ദേഹം ആ ഖേത്തിലെ ഉലാത്തിക്കൊണ്ടേ ഇരുന്നു. എന്ന് വെച്ചാൽ ആ പാടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം നടന്നു. വേ കമോശ് കുച്ച് ബോൾ നഹീം രഹേ ഥേ. അദ്ദേഹം നിശബ്ദനായിരുന്നു, അല്ല മൗനമായിരുന്നു, ഒന്നും സംസാരിക്കുകയും ചെയ്തില്ല. മഗർ ഉൻകെ ഫീത്തറെ ഹാ കാർ മേരി സമച്ച് മേ ആ രഹാദ. മഗർ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഹാ ഹാ കാർ എന്ന് വെച്ചാൽ തേങ്ങൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടേ ഇരുന്നു. മേനെ ചുക്കർ മിട്ടിക്കോ ച്വാ ചുപ് ചാപ്പെ പിതാജി ദേക്ക് പിതാജി ബഗൈറെ. അതായത് എന്നൊക്കെ മേനെ ചുക്കർ ചുക്കിന കുനേക. മിട്ടിന്ന് വെച്ചാൽ മണ്ണ്, ചുന തൊടുക, ചുപ് ചാപ്പ് മിണ്ടാതെ. ഞാനും എന്ത് ചെയ്ത് നോക്കിയേ? ചുക്കർ കുനിഞ്ഞ് ആ മണ്ണിൽ തൊട്ടു. പിതാജി കോ ദേഖെ ബഗൈർ. അതായത് പിതാജി അച്ഛനെ നോക്കാതെ ഞാനും ആ പ്രവൃത്തി ചെയ്തു. ക്യാ സെമീനേക്ക് സ്ലേറ്റ് കാ നാം ഹേ ജിസ് പർ ഹമാരെ ബച്ചപ്പൻ കി കവിത ലിഖി ഹേ. ബച്ചപ്പൻ കുട്ടിക്കാലം, നമ്മുടെ ചെറുപ്പകാലത്തിലെ കവിത എഴുതിയിട്ടുള്ള ഒരു സ്ലേറ്റാണോ മണ്ണ്? യാ അത് അല്ലെങ്കിൽ ഷായദേ ഒരു പക്ഷേ ഏക ഫൂൽ കാ നാം ജിസ്കെ രംഗ് മേ ഹമാരെ രക്ത കി ചമക്ക് ഹേ. ചമക്ക് തിളക്കം. അതോ നമ്മുടെ രക്തത്തിൻ്റെ തിളക്കമുള്ള ഒരു പൂവിൻ്റെ പേരാണോ എന്നെനിക്കും തോന്നി. ഓക്കെ, അടുത്ത പറ. അകേലെ ദിൻ രജിസ്റ്ററി തക്കെ പിതാജി കമോശ് കമോശെ നിശബ്ദൻ. അടുത്ത ദിവസം രജിസ്ട്രേഷൻ വരെ അച്ഛൻ മൗനമായിരുന്നു. ബസ് ഹോം ഹാ കർത്തെ ഹുയേ. ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം മൂളി മൂളി ഉത്തരം പറഞ്ഞു. മേഘമാനും കി സാമിനെ ഫീം ഔപചാരികത നിഫാന കടിൻ ഹോ ഗയാ ഥ. ഔപചാരികത നിഫാന എന്ന് വെച്ചാൽ നിറവേറുക. മേഘമാൻ അതിഥികളുടെ മുന്നിൽ പോലും സമചിത്തതയോടെ ഇടപെടുക എന്നത് ബുദ്ധിമുട്ടായി തോന്നി അദ്ദേഹത്തിന്. എന്നാൽ ക്ഷണിച്ചു വരുത്തിയ അതിഥികളുടെ മുന്നിൽ പോലും സമചിത്തതയോടെ ഇടപെടുക എന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി തോന്നി. പിതാജി രജിസ്റ്ററിക്ക് കാശ് ഗിൻകർ ലേ ലിയ ഗയ. കാശ് എന്ന് വെച്ചാൽ കാശ് തന്നെയാണ്. ഗിൻകറെ എണ്ണുക എടുത്തു, അതായത് കാശ് എണ്ണി എടുത്തു. എന്നിട്ട് അതിനുശേഷം പിതാജി രജിസ്റ്ററിക്ക് കാഗസാത്ത് പറെ ഹസ്താക്ഷർ കർ ദിയെ. കാഗസാത്തെ ആധാരമാണ്, അത് പേപ്പറെ, അതിൽ ഹസ്താക്ഷരം എന്ന് വെച്ചാൽ ഒപ്പ്. അതിനുശേഷം അച്ഛൻ എന്ത് ചെയ്തു? ആധാരത്തിൽ ഒപ്പിട്ട് കൊടുത്തു. ആധാരത്തിൽ ഒപ്പിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂമി മറ്റൊരാളുടേത് ആയി മാറി. നെക്സ്റ്റ് ഒരു കവിത പോലെയാണ്, നോക്കിയിരിക്കുക. മേൻ സെമീൻ നഖീം ബേച്ചതാ ഹോം ഹൃദയം മേ അപ്പനെ ചാത്തി സേ കാട്ടുകർ. ചാത്തി നെഞ്ച്, കാട്ടിന് പറിച്ചെടുക്കുക, ഹൃദയം എന്നൊക്കെ. ഞാൻ ഭൂമിയല്ല വിറ്റത്, എൻ്റെ നെഞ്ചിൽ നിന്നും പറിച്ചെടുത്ത എന്താണ്? ഹൃദയമാണ് വിറ്റത്. അദ്ദേഹത്തിന് തോന്നിയ ഭൂമിയല്ല വിറ്റത്, അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ നിന്നും പറിച്ചെടുത്ത ഹൃദയമാണ് വിറ്റത് എന്ന്. ജിസ്പറെ ഗിർക്കറെ ചീലെ മേരേം കുടിനെ. ഗുഡ്നെന്ന് വെച്ചാൽ കാൽമുട്ട്, ചീല സ്കിന്നാണ്. കുട്ടിക്കാലത്തെ ഈ ഭൂമിയിൽ, എന്ന് വെച്ചാൽ വിറ്റ ഭൂമിയിൽ വീണ് എൻ്റെ കാൽമുട്ടിലെ തൊലി പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഓർക്കുന്നു. കുട്ടിക്കാലത്തെ ആ ഭൂമിയിൽ വീണ് എന്ന് വെച്ചാൽ ഓടിയപ്പോൾ അതിൽ വീണ് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിലെ തൊലി മാറിയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട്. ഉസേ ധൂൾ और इसे रक्त का प्यार में बेचता हूँ मैं. ധൂൾ എന്ന് വെച്ചാൽ പൊടി, പ്യാർ സ്നേഹം എന്നൊക്കെ. ഈ പൊടിയും, അതായത് ധൂളിൻ്റെയും ഈ പൊടിയുടെയും ഈ രക്തത്തോടുമുള്ള സ്നേഹമാണ് ഞാൻ വിൽക്കുകയും ചെയ്തത്. അവിടെയുള്ള ഭൂമിയുടെ ആ പൊടിയോടും അതുമാത്രമല്ല രക്തത്തോടുമുള്ള എൻ്റെ സ്നേഹമാണ് ഞാൻ വിൽക്കുകയും ചെയ്തത്. बेचता हूँ पानी में डूबी धान की जड़ की गीली സുഗന്ധ നനവാർന്ന സുഗന്ധം. ധാൻ കി ജഡ എന്ന് വെച്ചാൽ നെൽച്ചെടികളാണ്. വെള്ളത്തിലെ പാനിക്ക് ഡൂബി എന്ന് വെച്ചാൽ വെള്ളത്തിൽ കുതിർന്നാലെ മുങ്ങിയ. ഇനി നോക്കിയേ, വെള്ളത്തിൽ കുതിർന്ന് കിടക്കുന്ന നെൽച്ചെടികളുടെ നനവാർന്ന സുഗന്ധം അദ്ദേഹം ഓർക്കുകയാണ്. അതിലേക്ക് വരുമ്പോഴേ
ആ വെള്ളത്തിൽ കുതിർന്ന് കിടക്കുന്ന നെൽച്ചെടികളുടെ സുഗന്ധം, നനവാർന്ന സുഗന്ധം. അപ്പനെ സാസ് സേ ചീൻ കറേ, അപ്പനെ സാസ് എന്ന് വെച്ചാൽ ശ്വാസം, എൻ്റെ ശ്വാസത്തിൽ നിന്ന് അത് വേർപെട്ട് പോകുന്നത് പോലെ തോന്നി. മേം പേട് കി തരഹെ കട്ട്കർ ഗിർത്താഹേ, ഞാൻ എന്ത് ചെയ്തു? പേടെന്ന് വെച്ചാൽ വൃക്ഷം, തരഹ പോലെ കട്ന മുറിക്കുക, അതായത് മുറിഞ്ഞു വീണു ആരെ പോലെ? വൃക്ഷത്തെ പോലെ. ഒരു വടവൃക്ഷം വീഴുന്നത് പോലെ ഞാനും വീണുപോയി എന്ന് അദ്ദേഹം ചിന്തിച്ചു. ദുനിയാക്കെ ഹാഡ് മേ ബേ മോൾ, ദുനിയ ലോകം, ഹാഡ് കമ്പോളം, ബേമോൾ വിലയില്ലാതെ, അതായത് വ്യാപാര മനോഭാവം പുലർത്തുന്ന ഈ ലോകത്തിൽ അല്ലേ എനിക്ക് ഒരു വിലയും ഇല്ലാതായി തീർന്നിരിക്കുന്നു. അദ്ദേഹത്തെ ചിന്തയാണ്, വ്യാപാര മനോഭാവം പുലർത്തുന്ന ഈ ലോകത്തിലെ എനിക്ക് യാതൊരു വിലയും ഇല്ലാതായി തീർന്നു. മേഘ കീ തരഹെ ബർസിക്കർ ഹോത്താഹെ കാലി, മേഘം പോലെ പെയ്തൊഴിഞ്ഞ് അല്ലേ, പെയ്തൊഴിഞ്ഞ മേഘം പോലെ എന്ത് ചെയ്തു? എൻ്റെ കണ്ണിൽ കണ്ണുനീറെ പറ്റി അത് ഇല്ലാതായി, ഹൃദയം ശൂന്യമായി തീർന്നു. എന്താ പറഞ്ഞേ? മേഘം പോലെ പെയ്തൊഴിഞ്ഞ ആ മേഘം പോലെ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ എന്ത് ചെയ്തു? വർഷിച്ച് ഹൃദയം ശൂന്യമായി തീരുകയും ചെയ്തു. മേം എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? ബേച്ചതാഹും ആങ്കെ, ഞാൻ വിറ്റത് സെമീൻ. ഓക്കെ, മേം സെമീൻ നക്കീം ബേച്ചതാഹും ആങ്കെ, ഞാൻ വിറ്റത് സെമീൻ ഭൂമിയല്ല, പിന്നെയോ എൻ്റെ ആങ്ക് കണ്ണുകളാണ് വിറ്റത്. ജലമാണ് അവർ സ്വപ്നം എന്ന് വെച്ചാൽ സ്വപ്നം. സേ ഫരി ഹുയി അപ്നി ദോ അഠേ ആങ്കേം, അതായത് എന്തൊക്കെ നിറഞ്ഞ? എൻ്റെ കണ്ണുനീരും പിന്നെ സ്വപ്നങ്ങളും നിറഞ്ഞ 2 കണ്ണുകൾ തന്നെയാണ് ഞാൻ എന്ത് ചെയ്ത് വിൽക്കുകയും യഥാർത്ഥത്തിൽ വിൽക്കുകയും ചെയ്തത് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞേ? എൻ്റെ കണ്ണുനീരും പിന്നെ സ്വപ്നങ്ങളും നിറഞ്ഞ ആങ്ക് 2 കണ്ണുകളാണ് യഥാർത്ഥത്തിൽ ഞാൻ വിൽക്കുകയും ചെയ്തത്. ബേട്ടിക്ക് വിദാ ഹോനെ മേ അഭി 2-4 ദിൻ വക്തിദ, ബേട്ടി എന്ന് വെച്ചാൽ ചേച്ചിയുടെ വിവാഹം അല്ലേ, അവരുടെ ബേട്ടി എന്ന് വെച്ചാൽ ഇവിടെ മകളാണ്, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം പറഞ്ഞ് വിദ എന്ന് വെച്ചാൽ വിട, മകൾ വിട ചൊല്ലിപ്പോകാൻ ഇനിയും 2-4 ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതല്ലെങ്കിൽ സമയം, വക്ത എന്ന് വെച്ചാൽ സമയമുണ്ട്. മഗർ എന്നാൽ സെമീൻ കി വിദായി ആജ് ഹി ഹോ രഹീദി, എന്നാൽ ഭൂമി ഇന്ന് തന്നെ എന്ത് ചെയ്തു? കൈവിട്ട് പോവുകയും ചെയ്തു. മകൾ പോകാൻ 2-4 ദിവസങ്ങളുണ്ട് ആ കുട്ടിയുടെ വിവാഹത്തിന്. പക്ഷേ ഭൂമി രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. പിതാജിക്ക് സൂക്കെ എന്ന് വെച്ചാൽ ഉണങ്ങിയ ആൻസു കണ്ണുനീര്. കോൻ ദേഖ് സക്താ ഥാ, കോൻ സുൻ സക്താ ഥാ ഉൻകെ നിശബ്ദ വിലാബുക്കോ. അദ്ദേഹം പറയാണ്, എൻ്റെ അച്ഛൻ്റെ ആ നിശബ്ദമായ സേ സൂക്കെ ആങ്കോ എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഉണങ്ങിയ കണ്ണുനീർ ആർക്കാണ് കാണാൻ കഴിയുക? ദേഖ് സക്താഹെ, കാണാൻ കഴിയുന്നത്. ആർക്കാണ് ആ ശബ്ദം കേൾക്കുവാനും കഴിയുന്നത്? എന്നൊക്കെ അദ്ദേഹത്തെ ഉൻകെ നിശബ്ദ വിലാപം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ വിലാപം ആർക്കാണ് കേൾക്കുവാനും കഴിയുന്നത്? എന്തൊക്കെയാ പറഞ്ഞേ? അച്ഛൻ്റെ ഉണങ്ങിയ കണ്ണുനീർ അത് ആർക്കാണ് കാണാൻ കഴിയുക? അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ വിലാപം ആർക്കാണ് സുൻ സക്താഹയെ കേൾക്കുവാനും കഴിയുന്നത് എന്ന് ഓദർ പറയുന്നു. അങ്ങനെ നമ്മുടെ പാഠം അവസാനിച്ചു. എക്സാമിന്, അതായത് ആനുവൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ പാഠവും അടുത്ത പാഠം മുറുകിക്ക് ബുലാക്കി, ആ 2 പാഠങ്ങളിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഇതിനകത്തെ ഡയറി, കോൺവെർസേഷൻ, ലെറ്റർ റൈറ്റിംഗ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നെക്സ്റ്റ് ഡേകളിൽ നമ്മൾ ഇതിനകത്തെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും തന്നിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റു കുഞ്ഞുങ്ങൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.